ഹലോ എവ്രി വൺ, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. നമുക്കിന്ന് ഒരു വെയിറ്റ് ലോസ് സ്മൂത്തി ഉണ്ടാക്കി നോക്കാട്ടോ. അതിനായിട്ട് ഞാനിവിടെ സ്ട്രോബെറി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 5 സ്ട്രോബെറി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഗ്ലാസ് പാല്, ലോ ഫാറ്റ് മിൽക്കാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓട്സ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണിത്. ഇതിപ്പോൾ വെള്ളത്തിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഓട്സ്, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് പഴം. പിന്നെ നമുക്ക് ആവശ്യം ചിയ സീഡാണ്. ഇതാണ് ചിയ സീഡ്. ഇതിങ്ങനെ വാങ്ങാൻ കിട്ടും. അപ്പം ഇത് നമുക്ക് 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ചിയ സീഡ് ഇട്ട് വെച്ചിരിക്കുന്നതാണിത്. ഇതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇത് നന്നായിട്ട് കുതിർന്ന് ഇരിക്കുക കേട്ടോ. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഈ സ്ട്രോബെറിയുടെ ഈ ഞെട്ടൊന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. സ്ട്രോബെറി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീഡിയം സൈസ് പഴം ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. രാവിലെയൊക്കെ നമ്മൾ ഇത് കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി അങ്ങോട്ട് വിശക്കുകയില്ല. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലോ ഫാറ്റ് മിൽക്കാണ്, അത് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമുക്ക് നമ്മുടെ ഓട്സ് കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് വേണമെങ്കിൽ 1 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ നമ്മൾ തേൻ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് 1 ടീസ്പൂൺ തേന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ച് എടുക്കാം. ഇത് കണ്ടോ, ഞാനിതിപ്പം മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം കേട്ടോ. പകുതി ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന നമ്മുടെ ചിയ സീഡ്, വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയ സീഡ്, ഇത് 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. 10-15 മിനിറ്റ് നമുക്കിങ്ങനെ കുതിർത്ത് വെക്കാം കേട്ടോ. അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഇതിപ്പം ഞാൻ ബാക്കി ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്തപ്പം ചിയ സീഡും നമ്മുടെ സ്ട്രോബെറിയും ബനാനയും അതുപോലെ തന്നെ ലോ ഫാറ്റ് മിൽക്കുമാണ് ഉള്ളത്. നമുക്ക് ഓപ്ഷണലായിട്ട് ഹണി ആഡ് ചെയ്യാം. ആഡ് ചെയ്തില്ലെങ്കിൽ അത്രയും നല്ലത്. അപ്പം നമ്മൾ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഫുൾനെസ് ആയിരിക്കും നമുക്ക് തോന്നുക. ചിയ സീഡൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ഒരു ഫുൾനെസ് തോന്നും. അതുകൊണ്ട് നമുക്ക് വിശക്കുകയില്ല. അപ്പം ഇത് നമുക്ക് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് വളരെ ഹെൽത്തിയാണ്. ഓട്സ് ആണെങ്കിലും സ്ട്രോബെറി ആണെങ്കിലും ചിയ സീഡ് ആണെങ്കിലും ഒക്കെ വളരെ ഹെൽത്തിയാണ്. ചിയ സീഡൊക്കെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്